രഞ്ജൻ ഗൊഗോയിയെ നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കും. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് ഗൊഗോയ്. അദ്ദേഹം വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളായിരുന്നു. ആസാമിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകന്. ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വലിയ എതിർപ്പുള്ള ആൾ വരും. അങ്ങനെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങി. കോടതിയിൽ ഒരു ജീവനക്കാരി ഇദ്ദേഹം ശാരീരിക ചൂഷണത്തിന് വിധേയയായി. അത് ഇദ്ദേഹത്തിന്റെ ഭാര്യ കണ്ടുപിടിച്ചു. വിവാദ വിഷയമായപ്പോൾ ഈ ജീവനക്കാരിയെ കോടതിയിൽ നിന്ന് തികച്ചും സാങ്കല്പികമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്താക്കി എന്നാണ് പറയുന്നത്. അതിനെതിരെ ജീവനക്കാരി പരാതിപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. ഗൊഗോയ് നിരപരാധിയാണെന്ന് ഗൊഗോയ് തന്നെ വിധിച്ചു. തൽക്കാലത്തേക്ക് വിവാദം കെട്ടടങ്ങി. പക്ഷേ അന്ന് മുതൽക്ക് ഗൊഗോയുടെ കഴുത്ത് അമിത്ഷായുടെ കക്ഷത്തിൽ. അങ്ങനെയാണ് ഈ അയോധ്യ അടക്കമുള്ള കേസുകളിൽ സർക്കാരിന് അനുകൂലമായി വിധി ഉണ്ടായത് എന്നാണ് ഐതിഹ്യം. ഇതിപ്പോൾ ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ പ്രാദേശിക പേജിൽ മാത്രം വന്നു. പക്ഷേ അധികം വൈകാതെ സംസ്ഥാനത്തെമ്പാടും പ്രത്യേകിച്ച് നിയമവൃത്തങ്ങളിൽ പടർന്നു പിടിച്ചതുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജി, അദ്ദേഹത്തിന്റെ പേര് എം ഷുഹൈബ് എന്നാണ്. ഷുഹൈബ് ഞാൻ അന്വേഷിച്ചെന്ന് മനസ്സിലായത് കണ്ണൂർക്കാരൻ. കോഴിക്കോട്ട് അഭിഭാഷകരുടെ ഇടയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ജീവനക്കാരുടെ ഇടയിൽ തീരെ അഭിപ്രായം. ഒരു വനിതാ ജീവനക്കാരിയെ കടന്നുപിടിച്ചു എന്നൊരു പരാതി. ജീവനക്കാരി അന്ന് വെള്ളക്കടലാസിൽ പരാതി എഴുതി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിക്ക് സമർപ്പിച്ചു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി സമീപ ദിവസം മാത്രം അവിടെ ചാർജ് എടുത്ത ഒരു മഹതിയാണ്. അവരുടെ പേര് ബിന്ദുകുമാരി എന്നാണ്. ബിന്ദുകുമാരി ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആകെ അന്തം വിട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്ത് വെച്ച് അതിൻ്റെ പുറത്ത് പേപ്പർ വെയിറ്റ് കയറ്റി. നടപടിയില്ല എന്ന് കണ്ടപ്പോൾ കോഴിക്കോട് കോർട്ട് കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 60-70 വനിതാ ജീവനക്കാർ സംഘടിക്കും. പുരുഷ ജീവനക്കാരുടെ ഉറച്ച പിന്തുണയോടുകൂടി ആ ജില്ലാ ജഡ്ജിയുടെ ചേംബർ ഉപരോധിക്കും. ഇതിന് പരിഹാരം ഉണ്ടായതിനു ശേഷം കോടതി നടപടികൾ ഉണ്ടായാൽ മതി എന്ന നിലപാടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ജില്ലാ ജഡ്ജി വിരണ്ടുപോയി. കാരണം ഇങ്ങനെ ഒരു പ്രതിഷേധം അവരുടെ ജീവിതത്തിൽ കണ്ടത്. ഇവർക്ക് നീതി നടപ്പാക്കാൻ മാത്രം പ്രതിഷേധം നേരിട്ട് പരിക്കും. ഉടനെ തന്നെ അവർ ഈ പരാതിക്കാരിയെ അകത്ത് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലായി. അപ്പോൾ തന്നെ നമ്മുടെ ഷുഹൈബ് സാറിനെ വിളിപ്പിച്ചു. സാറ് കുറ്റം സമ്മതിച്ചു എന്ന് മാത്രമല്ല മൊത്തം കോടതി ജീവനക്കാരുടെ മുമ്പിൽ വെച്ച് ഈ വനിതാ ജീവനക്കാരിയോട് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ പാതകം ചെയ്തതിനൊക്കെ ഈ പശ്ചാത്താപമേ പ്രായച്ചിത്തം എന്ന് പറഞ്ഞ് ബിന്ദുകുമാരി മാഡം പ്രശ്നം അവിടെ അവസാനം. ഈ വിവരം അപ്പം തന്നെ ഹൈക്കോടതിയുടെ ചെവിയിലെത്തി. ഹൈക്കോടതിയുടെ ചെവി എന്ന് വെച്ചാൽ ഭയങ്കര ശ്രവണ ശക്തിയുള്ളത്. സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ ചാർജ് വഹിക്കുന്ന രജിസ്ട്രാർ അപ്പം തന്നെ ഷുഹൈബിനെ കോഴിക്കോട്ട് നിന്ന് നേരെ വടകരയ്ക്ക് പോയി. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ വടകരയ്ക്ക് പോയിരിക്കുകയാണ്. വടകര ചെന്ന് ചാർജ് എടുക്കും. അത് അതിനു മുമ്പ് നടപടി വരുമോ, സസ്പെൻഷൻ കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിന് മേലാവിൽ പിടിയുണ്ടെങ്കിൽ സസ്പെൻഷൻ ഒഴിവാക്കാം. ബാക്കി നടപടികളുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാം. ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ ഷുഹൈബ് എന്ന് പറഞ്ഞ ഒരു ജഡ്ജിയെ അവമാനിക്കാൻ വേണ്ടി അല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ജുഡീഷ്യറിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താണ്. രഞ്ജൻ ഗൊഗോയ് ആണെങ്കിലും ശരി, ഷുഹൈബ് ആണെങ്കിലും ശരി, നീതി നടപ്പാക്കാൻ നിയുക്തരായിട്ടുള്ള ആളുകൾ, ന്യായാധിപന്മാർ. നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ വിശ്വാസമുള്ള ഒരേ ഒരു കാര്യം കോടതിയാണ്. കോടതിയിൽ നിന്ന് നീതി കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഇതുപോലത്തെ അനീതി നടക്കുകയാണ്. ആ ബാക്കി എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാവുന്നു. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിലും ഉണങ്ങിയ മരത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിച്ച പോലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.